നമസ്കാരം. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം അത് ബി.ജെ.പിക്ക് അനുകൂലമായി ശക്തമായി തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിലകൊള്ളുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഉത്തർപ്രദേശിലും ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. രാമജന്മഭൂമി ക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി ഉത്തർപ്രദേശിൽ മുഴുവൻ സീറ്റുകളും നേടിയാലും ബി.ജെ.പി നേടിയാലും അതിൽ അതിശയോക്തി ഒന്നുമില്ല. അത്തരത്തിൽ വലിയ ജനപിന്തുണയാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലുള്ളത്. ഉത്തർപ്രദേശ് നേടിയാൽ ഭാരതത്തിന്റെ ഭരണചക്രം തിരിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ പരമ്പരാഗതമായ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നും സോണിയാഗാന്ധി മാറി നിൽക്കുകയാണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ബി.ജെ.പി തരംഗത്തിൽ സോണിയാഗാന്ധി പരാജയപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത അത് തള്ളിക്കളയാനാവില്ല. രണ്ട്, സോണിയാഗാന്ധിയുടെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ രണ്ട് പ്രശ്നങ്ങളാലും സോണിയാഗാന്ധി മാറി നിൽക്കുകയാണ്. പകരം രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്താനാണ് ഇപ്പോൾ സോണിയാഗാന്ധി ശ്രമിക്കുന്നത് എന്ന വാർത്തകൾ വന്നു കഴിഞ്ഞു. പക്ഷേ പകരം റായ്ബറേലിയിൽ ആരാണ്? നെഹ്റു കുടുംബാംഗങ്ങൾ തന്നെ മത്സരിക്കുമോ അതോ കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാക്കൾ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യമായിരുന്നു നമ്മുടെ മുന്നിലുള്ളത്. വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വന്നേക്കും എന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള സാധ്യതയോ ധൈര്യമോ ഇപ്പോഴും വയനാട് MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധിക്കില്ല. മാത്രമല്ല, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ നടത്തിയിട്ടുള്ള സർവേ അനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി ഈ റായ്ബറേലിയിൽ അത്ര സേഫ് അല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. രാഹുൽ ഗാന്ധി വേണമോ പ്രിയങ്ക ഗാന്ധി വേണമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർ പറയുന്നത് പ്രിയങ്ക ഗാന്ധി വേണമെന്നാണ്. കാരണം രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപക്ഷെ ജയസാധ്യത പ്രിയങ്ക ഗാന്ധിക്കായിരിക്കുമെന്ന് കോൺഗ്രസ്സുകാർ വിലയിരുത്തുന്നു. പക്ഷെ പൊതുവിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ പറയുന്നത് റായ്ബറേലിയും അമേഠിയും അടക്കമുള്ള സീറ്റുകൾ അത് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മത്സരിക്കട്ടെ, അതൊന്നും അവിടെ പ്രശ്നമല്ല. ബി.ജെ.പിക്കൊപ്പം ഉത്തർപ്രദേശിലെ എല്ലാ ലോക്സഭാ സീറ്റുകളും നിൽക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മറ്റൊരു ഭീഷണി വരികയാണ്. അതായത് ഏതു വിധേനയും റായ്ബറേലി പിടിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ബി.ജെ.പി നടത്തുകയാണ് എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 7 MLA-മാർ SP-യുടെ സമാജ്വാദി പാർട്ടിയുടെ MLA-മാർ കൂറുമാറി ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ സമാജ്വാദി പാർട്ടിയെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. സമാജ്വാദി പാർട്ടിയെ മാത്രമല്ല, അത് കോൺഗ്രസിനെയും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 7 MLA-മാരും റായ്ബറേലി ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട MLA-മാരാണ്, ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി അവിടെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. റായ്ബറേലിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമല്ല. ബി.ജെ.പി അവിടെ ശക്തമായ മുന്നേറ്റത്തിലൂടെ അപ്രതീക്ഷിതമായ മുന്നേറ്റത്തിലൂടെ അവിടെ പ്രബലമായ രാഷ്ട്രീയ കക്ഷിയായി മാറിക്കഴിഞ്ഞുവെന്ന് കോൺഗ്രസിന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് SP-യെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ MLA-മാരാണ് കൂറുമാറിയിരിക്കുന്നത്. പക്ഷേ സ്വന്തം MLA-മാർ കൂറുമാറാതിരുന്നിട്ട് പോലും കോൺഗ്രസിന് വലിയ ആശങ്കയായി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിയിൽ അവതരിപ്പിക്കാൻ സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും ശ്രമിച്ചിരുന്നു. അതും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റായ്ബറേലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന വാർത്ത. അത് കോൺഗ്രസിന് ഒട്ടും ശുഭകരവുമല്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.